ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ തെറ്റുകളെല്ലാം മറ്റുള്ളവർ ക്ഷമിക്കണമെന്ന് നാം ആഗ്രഹിക്കുമ്പോഴും മറ്റുള്ളവരുടെ തെറ്റുകൾ നാം ക്ഷമിക്കാതിരിക്കുകയും അതിനായി പരിശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ നന്മ ആവശ്യമുള്ളതുകൊണ്ടും ആ നന്മ നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാതെ പോകുന്നത് കൊണ്ടുമാണ്. യേശുവിൽ പ്രിയ സഹോദരർ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുനാഥൻ നമ്മോട് പറയുന്നു, നിങ്ങളുടെ സഹോദരനോട് നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല. ക്ഷമ എന്നത് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു പുണ്യമാണെന്ന് യേശുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 45 അധ്യായം 5 വാക്യത്തിൽ, എന്നെ വിറ്റതയോർത്ത് നിങ്ങൾ പരിഭ്രമിക്കേണ്ട, നിങ്ങളുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്ന ജോസഫിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2 സാമുവേലിൻ്റെ പുസ്തകം 19 അധ്യായം 23 വാക്യത്തിൽ ഷിമായി ദാവീദിനെ അധിക്ഷേപിക്കുമ്പോൾ നീ മരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവർത്തനം 7 അധ്യായം 60 വാക്യത്തിൽ കർത്താവെ, ഇവരുടെ പാപങ്ങൾ ഇവരുടെ മേൽ ആരോപിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മരണം സ്വീകരിക്കുന്ന സ്തെഫാനോസിനെ നാം കാണുന്നു. ലൂക്കായുടെ സുവിശേഷം 23 അധ്യായം 34 വാക്യത്തിൽ കർത്താവ്, ഇവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൽ മരിക്കുന്ന യേശുനാഥനെ നാം കാണുന്നു. ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിച്ചിട്ടും ക്രിസ്തു തന്നെ തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയിട്ടും ചെറിയ ചെറിയ തെറ്റുകളുടെ പേരിൽ, കുറ്റങ്ങളുടെ പേരിൽ മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നാം എത്രമാത്രം കഠിനമാണ് നമ്മുടെ ഹൃദയമെന്ന് നാം വിചിന്തനം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാതെ പോകുന്നതും നമ്മുടെ പ്രാർത്ഥനകൾക്ക് തടസ്സം നിൽക്കുന്നതുമെല്ലാം ക്ഷമിക്കാത്ത നമ്മുടെ ഹൃദയമാണ് എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായം 25 വാക്യത്തിൽ യേശുനാഥൻ പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരനോട് വെറുപ്പുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുക. ആയതിനാൽ പ്രിയ സഹോദരരെ, ഈ ഒരു ബോധ്യത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കുവാൻ സാധിക്കാത്ത അവസരങ്ങളുണ്ടായിട്ടും മറ്റുള്ളവർ നമ്മെ ക്ഷമിക്കുവാൻ സാധിക്കാത്ത രീതിയിൽ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ക്രിസ്തുവിൻ്റെ മാതൃക അനുകരിച്ചുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തെ അനുസരിച്ചുകൊണ്ട് അവരോട് ആത്മാർത്ഥമായി ക്ഷമിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. കാരണം നമ്മുടെ പ്രാർത്ഥനകൾക്ക് തടസ്സം നിൽക്കുന്നതും ദൈവാനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നതും ക്ഷമിക്കുവാൻ സാധിക്കാത്ത നമ്മുടെ മനോഭാവമാണ് എന്ന ബോധ്യത്തോടുകൂടെ ആത്മാർത്ഥമായി ക്ഷമിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. എഫേഷ്യൻസ് 4:32 പൗലോസ് പറയുന്നത്, ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കുവിൻ. ഈ ഒരു ബോധ്യത്തോടുകൂടെ ക്ഷമയിൽ ആഴപ്പെടുവാനും ക്ഷമിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനം വായിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.